LDF-ൽ രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച കേരള കോൺഗ്രസും ജൂണിൽ ഒഴിവുവരുന്ന സീറ്റ് കേരള കോൺഗ്രസിന് അർഹതപ്പെട്ടതാണെന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. CPIക്ക് കഴിഞ്ഞ തവണ പ്രാതിനിധ്യം നൽകിയെന്നും സ്റ്റീഫൻ ജോർജ് 24-നോട് പറഞ്ഞു. നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി നിലവിൽ പോയിട്ടുള്ള സീറ്റാണ് രാജ്യസഭാ സീറ്റ്. രാജ്യസഭാ സീറ്റ് നേരത്തെ മുതലേ കേരള കോൺഗ്രസിൽ നിലനിൽക്കുന്ന സീറ്റാണ്. തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെട്ട സീറ്റാണ്. ആ കാര്യങ്ങളൊക്കെ ആ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, CPIക്ക് പ്രാതിനിധ്യം ഉണ്ടല്ലോ. CPIക്ക് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ അങ്ങനെയാണല്ലോ, ഒന്ന് CPM ഒന്ന് CPI അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ രണ്ട് രാജ്യസഭാ അംഗത്വം കിട്ടിയ LDFന് കിട്ടിയപ്പോൾ ഒന്നത് CPM ഒന്ന് CPIയുമാണ് അത് എടുത്തിട്ടുള്ളത്. ആ നിലയിൽ കേരള കോൺഗ്രസ് അർഹതപ്പെട്ട, നമുക്കാകെ ഈ ഒരു രാജ്യസഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. അർഹതപ്പെട്ട സീറ്റ് കേരള കോൺഗ്രസ് അർഹതപ്പെട്ടതാണ്. ടോബി ജോൺസണുണ്ട് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, ആ ചർച്ചയിലേക്ക് LDF കടക്കും മുൻപ് തന്നെ അവകാശവാദവുമായി കേരള കോൺഗ്രസും രംഗത്തെത്തുന്നു. ചർച്ചകൾക്ക് തുടക്കമിടുകയാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ, ടോബി? ഉന്മേഷ്, തീർച്ചയായിട്ടും ജൂലൈ 1 ഈ വരുന്ന 3 എംപിമാരുടെ രാജ്യസഭാ എംപിമാർ ഒഴിവ് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2 പാർട്ടികളുടെ പ്രമുഖ നേതാക്കളാണ്. ജോസ് കെ മാണിയും അതുപോലെ തന്നെ ബിനോയ് വിശ്വവുമാണ് സ്ഥാനമൊഴിയേണ്ടത്. ആ വേക്കൻസിയിലേക്ക് 3 എണ്ണം ഉണ്ടെങ്കിലും 2 സീറ്റുകളിലാണ് നിലവിലത്തെ സാഹചര്യത്തിൽ LDFന് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുക. അവിടേക്ക് ആരൊക്കെ വരും? ഒരു സീറ്റ് എന്തായാലും CPMന് അവകാശപ്പെട്ടതാണെന്ന് അവർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ബാക്കി വരുന്ന ഒരു സീറ്റ് അത് ജോസ് കെ മാണിക്ക് നൽകുമോ അതോ CPIക്ക് നൽകുമോ, കേരള കോൺഗ്രസ് നൽകുമോ, CPIക്ക് നൽകുമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും ആ ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജോസ് കെ മാണി പാർട്ടിയിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ LDFലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന ആ ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ നമ്മളോട് സ്റ്റീഫൻ ജോർജ് തന്നെ, ഓഫീസ് ചാർജ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നാളെ ഒരു യോഗം ചേരുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഈ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും ഒരു ചർച്ച കേരള കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകും. ഒരു കാരണവശാലും സീറ്റ് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ്. CPI ആകട്ടെ ബിനോയ് വിശ്വത്തിന്റെ സീറ്റായതുകൊണ്ട് തന്നെ പലപ്പോഴും LDF അധികാരത്തിൽ വരുമ്പോൾ ഇത്തരത്തിൽ 2 സീറ്റുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന അടക്കമുള്ള അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അതിനെ ചെറുക്കുന്നത് കഴിഞ്ഞ തവണ ഒരു സീറ്റ് CPIക്ക് നൽകിയിരുന്നു. സന്തോഷ് MP ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സീറ്റ് ഇനി കൊടുക്കേണ്ട എന്നാണ് കേരള കോൺഗ്രസ് പറയുന്നത്. എന്നാൽ അത് ശരിയല്ല. CPIക്ക് അവകാശപ്പെട്ട സീറ്റ് തന്നെയാണ് എന്നുള്ള ഒരു അവകാശവാദം CPIയും മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഒരു കല്ലുകടി LDFൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് വരുന്ന LDFലടക്കം ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ വരുന്ന LDFൽ ശക്തമായി തന്നെ ഈ ആവശ്യം കേരള കോൺഗ്രസ് ഉന്നയിക്കുമെന്നുള്ള ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഉന്മേഷ്, ശരി ടോബി. രാജ്യസഭാ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുകയാണ് കേരള കോൺഗ്രസും ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.